കോഴിക്കോടേക്ക് എത്താൻ ഇന്നത്തെ ദിവസം കൊതിക്കുന്നവരാണ്. MD അവസാനമായി ഒന്ന് കാണാൻ കൊതിക്കുന്നവരാണ് ആളുകളിലേറെയും. ഒരുപക്ഷെ ഒരു പൊതുദർശനം ഒരു വലിയ ഇടത്ത് നടത്താത്തത് കൊണ്ട് ആ അവസരം നഷ്ടമാവുന്നതും നിരവധി പേരുണ്ടാവാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാകട്ടെ, വിദേശങ്ങളിൽ താമസിക്കുന്നവരാകട്ടെ, അങ്ങനെ എല്ലാവർക്കും MD അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം, ഉള്ളുലയ്ക്കുന്ന ഒരാഗ്രഹം ഉണ്ടാവാം. പക്ഷേ പലർക്കും അതിന് കഴിയാതെ പോകുന്നവരുണ്ടാവാം. പക്ഷേ അവർക്കൊക്കെ ഇന്നത്തെ ദിവസം അതുകൊണ്ട് നിർണായകമാണ്. അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നടൻ മമ്മൂട്ടിയായിരിക്കാം. കാരണം MDയുടെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച, MDയുടെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ വ്യക്തിയാണ് മമ്മൂട്ടി. മമ്മൂട്ടിയാണ് ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായ, അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് ഏറ്റവും വൈകാരികമായതും മമ്മൂട്ടിയുടേതാവാം. അദ്ദേഹം കേരളത്തിലില്ല, വിദേശത്താണ്. അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മമ്മൂട്ടി വ്യക്തിപരമായി ഏറെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇന്ന് കോഴിക്കോട്ടേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ലല്ലോ എന്ന കാര്യം. ജീവിച്ചിരിക്കെ തൻ്റെ മരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ആഗ്രഹിച്ച കഥാകാരൻ എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ മരണത്തിലും വ്യത്യസ്തത പുലർത്തി MD എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ പൊതുദർശനത്തിന് റോഡ് ഗതാഗത തടസ്സം ഉണ്ടാവരുത്, മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത്, പൊതു ഇടത്ത് പ്രദർശിപ്പിക്കരുത് തൻ്റെ ശരീരം. ഇത് MDയുടെ ആഗ്രഹമായിരുന്നു. കുടുംബം അത് കൃത്യമായി തന്നെ പാലിച്ചിരുന്നു. അതാണ് പിന്നീട് മരണത്തിന് ശേഷവും കണ്ടത്. എന്തായാലും ആ കുടുംബത്തിൻ്റെ തീരുമാനപ്രകാരം അവരുടെ ആഗ്രഹം കൂടി പരിഗണിച്ചാണ് പുറത്ത് മറ്റൊരു വേദിയിലെ പൊതുദർശനം ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇന്ന് വൈകിട്ട് വരെ പൊതുദർശനത്തിന് വീട്ടിൽ വരുന്നവർക്ക് കണ്ടുപോകാമെന്ന ഒരു സൗകര്യമൊരുക്കി വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കോഴിക്കോട് അദ്ദേഹത്തിന് അനുസ്മരണ സമ്മേളനം ചേർന്നേക്കാം, അത്തരം കാര്യങ്ങൾ സംസാരിച്ചേക്കാം. പക്ഷേ MDയെ എങ്ങനെ ഓർത്തെടുക്കണം? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വേദിയിൽ സംസാരിച്ച് MDയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ സംസാരിക്കേണ്ട കാര്യവുമില്ല. കാരണം MD ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ്, ഓരോ മനസ്സുകളിലൂടെയുമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. നേരത്തെ പരാമർശിച്ചതുപോലെ MD തൻ്റെ എഴുത്തിൻ്റെ തുടക്കകാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഓരോ സൃഷ്ടിക്കും മാറ്റുകൂടണം എന്ന ഉറപ്പിലൂടെ സ്വയം അത് ഊതിക്കാച്ചിയ പൊന്നാക്കി മാറ്റുമിനുക്കി അതിൻ്റെ സൃഷ്ടിയിൽ ഉറപ്പുവരുത്തിയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. സ്വയം ബോധ്യമില്ലാത്ത, സ്വയം മികച്ചതെന്ന് ബോധ്യപ്പെടാത്ത ഒരു കൃതിയും ഒരു സൃഷ്ടിയും MD ഒരു കാലഘട്ടത്തിന് ശേഷം നടത്തിയിട്ടില്ല എന്നതാണ് വ്യക്തമാവുന്നത്. 1998 എഴുതിയ കാഴ്ച എന്ന കൃതി പോലും ആ തരത്തിൽ മികച്ചതായതിൻ്റെ കാരണവും അത് തന്നെയാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിലുള്ള ഒരു വ്യത്യസ്തത അദ്ദേഹം തൻ്റെ സൃഷ്ടികളിലും പുലർത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. കഥാകാരൻ്റെ ഭാവനയിലാണ് സൃഷ്ടികൾ ഉടലെടുക്കുക. അത് എല്ലാവർക്കും അറിയാം, സ്വയം ബോധ്യമുണ്ട്. പക്ഷേ MDയെ വ്യത്യസ്തനാക്കുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും കൂടിയാവാം. കാരണം കഥകൾക്ക്, കേട്ടുകേൾവികൾക്ക് ഇത്തരമൊരു അർത്ഥതലം കൂടി ഉണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് MD. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ വ്യക്തമാണ്. വടക്കം പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ വീരകഥാപാത്രമാക്കുമ്പോൾ MDക്ക് മുന്നിൽ വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു. ഇത് സ്വീകരിക്കപ്പെടുമോ, ഈ ചിന്തയ്ക്ക് അർത്ഥമുണ്ടാകുമോ എന്ന്. പക്ഷേ എത്ര വലിയ രീതിയിൽ മലയാളി അതിനെ സ്വീകരിച്ചു എന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ്. മാസ്റ്റർ പീസ് വർക്കായ രണ്ടാം ഊഴത്തിൽ ഭീമന് മറ്റൊരു അർത്ഥതലം നൽകിയപ്പോൾ അത് ആ തരത്തിൽ സ്വീകരിക്കപ്പെടുമോ? ഭീമൻ ഇങ്ങനെയും ചിന്തിച്ച് കാണില്ലേ? ഒരുപക്ഷെ മഹാഭാരതത്തിൻ്റെ സൃഷ്ടികളിൽ പോലും ഏറ്റവും വ്യത്യസ്തമാകുന്നതും ഈ ഭീമന്റെ പുതിയ അർത്ഥതലങ്ങളാവാം. MT വാസുദേവൻ നായർ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭ വളരെ ആഴത്തിലും പരക്കെയും
അങ്ങനെ വ്യാപിച്ചു കിടപ്പുണ്ട് പല രംഗങ്ങളിലും. മലയാളത്തിലെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ മിക്ക സിനിമകളുടെയും പിന്നിൽ MTയുടെ സംഭാവനയുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ വിടുമായിരുന്ന പല സിനിമകൾക്കും ഒരു കേരളീയ രൂപവും ഒരു ആത്മാവും ജീവനും ഒക്കെ നൽകിയിട്ടുള്ളത് പലപ്പോഴും MTയുടെ കരവിരുത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ സാഹിത്യ രൂപങ്ങളെ മാത്രമല്ല, നമ്മുടെ കലകളെ മാത്രമല്ല, അതിനപ്പുറം പോയി ആധുനിക കലാരൂപമായ ഏറ്റവും ആധുനിക കലാരൂപമായ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ വളരെ മൗലികമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, മുഖ്യമന്ത്രി വന്നു പോയി, മറ്റ് ഏതൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്? കൃത്യം നിശ്ചയിച്ചതുപോലെ തന്നെ 4 മണി വരെ പൊതുദർശനം വീട്ടിൽ, അതിനുശേഷം അവിടുന്ന് എടുക്കും. അങ്ങനെ തന്നെയല്ലേ ക്രമീകരണങ്ങൾ? സജിത്ത്, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി എന്നുള്ളതാണ്. ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. പലരും വിദൂരങ്ങളിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആണ് സമയം 4 മണി വരെ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം അത്രയും ദൂരെ നിന്ന് വരുന്നവർക്ക് പോലും അവസാനമായിട്ട് അദ്ദേഹത്തെ ഒരു നോക്കി കണ്ടു മടങ്ങാനുള്ള സാഹചര്യം എന്ന ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത്രയും സമയം ദീർഘിപ്പിക്കുന്നത്.